BJP കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വി മുരളീധര വിഭാഗം. വികസനം മാത്രം പറഞ്ഞാൽ കേരളത്തിൽ വിലപ്പോവില്ലെന്നും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന BJPയിൽ വിഭാഗീയത അനുവദിക്കാനാവില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ താക്കീത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ നിന്ന് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയതിനെതിരെ BJPയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. മറ നീക്കിയ ഭിന്നത കോർ കമ്മിറ്റിയിലും ആഞ്ഞടിച്ചു. കെ സുരേന്ദ്രനാണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രം പാളിയെന്ന് കെ സുരേന്ദ്രൻ. ഹിന്ദുത്വമാണ് പാർട്ടിയുടെ അടിസ്ഥാന ആശയമെന്നും അത് മറന്നാൽ ഭൂരിപക്ഷ വോട്ടുകൾ ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നും കെ സുരേന്ദ്രൻ തുറന്നടിച്ചു. പുതിയ നേതൃത്വം രാഷ്ട്രീയം സംസാരിക്കുന്നില്ലെന്ന് വി മുരളീധര വിഭാഗം കടുപ്പിച്ചു. നേതാക്കളെ കണ്ടെത്താനുള്ള ടാലന്റ് ഹണ്ടുകൾ കോർപ്പറേറ്റ് രീതി. പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന നടപടിയാണ് നേതൃത്വം സ്വീകരിക്കുന്നത്. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും വിമർശനം. തൃശൂരിലെ നേതൃയോഗത്തിൽ ക്ഷണമില്ലാത്ത വിവരം എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ ചോദ്യം. പങ്കെടുത്തവർ തന്നെയാകും പുറത്തുവിട്ടതെന്ന് എതിർവിഭാഗത്തിന്റെ മറുപടി. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്താൻ നേതൃത്വം നിയോഗിച്ച കെ സുരേന്ദ്രൻ നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്ത നിഷേധിച്ചില്ല. അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വീഴ്ച സമ്മതിച്ചതായി രാജീവ് ചന്ദ്രശേഖർ യോഗത്തെ അറിയിച്ചു. ഇനി ഇത്തരം പരാതികൾ ഉണ്ടാകാൻ ഇടവരുത്തില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പു നൽകി. സംസ്ഥാന BJPയിൽ വിഭാഗീയത അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.